എല്ലാവർക്കും നമസ്കാരം. ടുഡേ ബാങ്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KCCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത് KCCയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, KCCയുടെ ഏതൊക്കെ കർഷകർക്കാണ് അത് ലഭിക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ആ വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൽ ഒരു ബോറോവർക്ക് പരമാവധി എത്ര രൂപ വരെ വായ്പ നൽകാം, അദ്ദേഹത്തിന് മാക്സിമം പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എത്രയാണ് എന്നുള്ളതിൻ്റെ എസ്റ്റിമേഷനാണ് നമ്മൾ KCC പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, എല്ലാ കർഷകർക്കും, ഓൾ ഫാമേഴ്സ് എക്സെപ്റ്റ് മാർജിനൽ ഫാമേഴ്സ്, MF എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് മാർജിനൽ ഫാമേഴ്സ് ആണ്. എന്താണ് മാർജിനൽ ഫാമേഴ്സ്, എന്താണ് സ്മോൾ ഫാമേഴ്സ്, എന്താണ് അതർ ഫാമേഴ്സ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ചർച്ച ചെയ്യും. എല്ലാ കർഷകർക്കും, മാർജിനൽ ഫാമേഴ്സ് ഒഴികെയുള്ളവർക്ക് ലിമിറ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലിമിറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും ലിമിറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ തന്നെ കർഷകൻ നമ്മളോട് KCC വായ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ സമീപിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 5 വർഷത്തേക്കുള്ള അദ്ദേഹത്തിന്റെ നിലവിലുള്ള ക്രോപ്പിംഗ് പാറ്റേൺ എന്താണെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൃഷി രീതികളിൽ യാതൊരുവിധ മാറ്റവും ഇല്ലാതെ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ 5 വർഷത്തേക്കുള്ള ലിമിറ്റ് നമ്മൾ ഓരോ വർഷവും ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ എന്താണ്? അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ തുടർച്ചയായിട്ട് 5 വർഷവും ഒരേ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയർ ലിമിറ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്, ഈ സ്ലൈഡിൽ കാണുന്നത്. നോക്കൂ, SOF എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്കെയിൽ ഓഫ് ഫിനാൻസ് ആണ്. സ്കെയിൽ ഓഫ് ഫിനാൻസ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചിരുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ധാരണ അതിനകത്ത് ഉണ്ടാവും. സ്കെയിൽ ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി ഫിക്സ് ചെയ്യുന്ന ഒരു റേഞ്ച് അടിസ്ഥാനത്തിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റിന് വേണ്ടി എല്ലാ വിളകൾക്കും നൽകാൻ സാധിക്കുന്ന, വിളകൾക്കും കാർഷിക അനുബന്ധ മേഖലയിലുള്ള ആക്ടിവിറ്റീസിനും വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി നൽകാൻ പറ്റുന്ന വായ്പാ തുക എത്രയാണ് എന്ന് ഫിക്സ് ചെയ്യുന്ന ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് ആണ് സ്കെയിൽ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്ന ഒരു വ്യക്തി ബോറോവർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്ന വിളകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്കെയിൽ ഓഫ് ഫിനാൻസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ സ്കെയിൽ ഓഫ് ഫിനാൻസ് ചാർട്ടിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ യൂണിറ്റ് ഇൻറ്റു എത്രയാണ് അദ്ദേഹം കൃഷി ചെയ്യുന്ന ഏരിയ, സ്കെയിൽ ഓഫ് ഫിനാൻസ് ഇൻറ്റു എക്സ്റ്റെൻഡ് ഓഫ് ഏരിയ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റെൻഡ് ഓഫ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്, നോക്കൂ, സാധാരണയായിട്ട് സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർട്ടിനകത്ത് പറയുന്നത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഏക്കർ ആയിട്ടാണ് സാധാരണ എടുക്കുക. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഞാൻ തെങ്ങാണ് സർ കൃഷി ചെയ്യുന്നത്, ഞാൻ 2 ഏക്കറിൽ തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് ഫിനാൻസിന്റെ ചാർട്ടിനകത്ത് 1 ഏക്കർ തെങ്ങിന് എത്ര രൂപ വരെ കൊടുക്കാം എന്നുള്ളതിന്റെ റേഞ്ചാണ് അവിടെ കാണുക. അപ്പൊ 2 ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്കും സ്കെയിൽ ഓഫ് ഫിനാൻസ് റേഞ്ച് ഇൻറ്റു എക്സ്റ്റെൻഡ് ഓഫ് ഏരിയ, എത്രയാണോ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ വിളകളിൽ എത്ര കിട്ടും, സ്കെയിൽ ഓഫ് ഫിനാൻസ് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ തെങ്ങ് മാത്രമല്ല, ഞാൻ തെങ്ങ് നടുന്ന തോട്ടത്തിനകത്ത് തന്നെ ഞാൻ അതിന് ഇടവേളയായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്ക് വാഴ കൃഷി ചെയ്യുന്നുണ്ട്, മറ്റ് പൈനാപ്പിൾ കൃഷി നമ്മൾ അതിന്റെ താഴത്തെ സ്ട്രക്ചറായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു മൾട്ടി ടയർ ക്രോപ്പിംഗ് സിസ്റ്റമാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഉള്ള സ്കെയിൽ ഓഫ് ഫിനാൻസ് എടുക്കുകയും അത് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ പ്യുവർ ക്രോപ്പായിട്ട് കൃഷി ചെയ്യുന്നതിന്റെ സ്കെയിൽ ഓഫ് ഫിനാൻസ് ചെറിയൊരു റിഡക്ഷൻ, ഒരു 20%, 25% റിഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആ ഇന്റർക്രോപ്പിനുള്ള കൾട്ടിവേഷനുള്ള സ്കെയിൽ ഓഫ് ഫിനാൻസ് ഓരോ ക്രോപ്പിന് എടുക്കുകയും അതെല്ലാം കൂടി കൂട്ടി മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു ചെയ്ത് എത്രയാണോ ഏരിയ എന്നുള്ളത് അതിന്റെ സ്കെയിൽ ഓഫ് ഫിനാൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണം. എത്ര ക്രോപ്പ് ഉണ്ടെങ്കിലും, തെങ്ങാണെങ്കിൽ തെങ്ങ്,
തെങ്ങിൻ്റെ അടുക്ക പിന്നെ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയ്ക്കുള്ള സ്കെയിൽ ഓഫ് ഫിനാൻസ് അത് ഇന്റർ ക്രോപ്പായിട്ട് വരുന്നതുകൊണ്ട് പ്യുവർ ക്രോപ്പിനകത്ത് ചെറിയൊരു എമൗണ്ട് നമുക്ക് അതിനകത്ത് കുറയ്ക്കാം, അല്ലെങ്കിൽ ആ റേഞ്ചിനകത്ത് ചെറിയൊരു എമൗണ്ട് നമുക്ക് കുറച്ചതിന് ശേഷം അത് ബാങ്കിന് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എടുക്കാം. കുറച്ചതിന് ശേഷം എത്രയൊക്കെ വിളകൾ അദ്ദേഹം കൃഷി ചെയ്യുന്നോ അത് മുഴുവൻ ഇതിനകത്ത് നമ്മൾ കൂട്ടേണ്ടതായിട്ടുണ്ട്. അത് മാത്രം പോരാ. നേരത്തെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കർഷകന്റെ മുഴുവനായിട്ടുമുള്ള അദ്ദേഹത്തിന്റെ ഓവറോൾ റിക്വയർമെന്റ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് KCC-കകത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വായ്പാ തുക, അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുക, അദ്ദേഹത്തിന്റെ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തുക ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, കർഷകന്റെ കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കൂട്ടി കിട്ടുന്ന തുക, നേരത്തെ ഞാൻ പറഞ്ഞു ഏതൊക്കെ ക്രോപ്പുകൾ കൃഷി ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സ്കെയിൽ ഓഫ് ഫിനാൻസിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കിട്ടുന്ന തുകയുടെ കൂടെ ഈ തുകയുടെ 10%, ഇങ്ങനെ കൂട്ടിക്കിട്ടുന്ന തുകയുടെ 10%, 10% ഓഫ് ലിമിറ്റ് ടു PH. ഇവിടെ PH എന്ന് ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് ഹാർവസ്റ്റ് ആണ്. വിളവെടുപ്പിന് ശേഷമുള്ള പിന്നെ ചെലവുകൾ എന്തൊക്കെയാണ്, കൺസംഷൻ പർപ്പസിന് അദ്ദേഹത്തിന് കൺസംഷൻ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് വരുന്ന തുകകളൊക്കെ കൂടുന്നത്, അതൊക്കെയും കൂടി അതിൻ്റെ ഒരു കമ്പോണന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന തുകയുടെ കൂടെ അതിൻ്റെ ഒരു 10% കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ അതിനോടൊപ്പം ഈ പറയുന്ന സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്ത ആദ്യം കിട്ടിയ തുകയുടെ കൂടെ, അതായത് ഏതൊക്കെ ക്രോപ്പുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ള കൂട്ടി അതിന്റെ സ്കെയിൽ ഓഫ് ഫിനാൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന തുകയുടെ കൂടെ അതിന്റെ ഒരു 20% എന്തിനു വേണ്ടി കൂട്ടുന്നു? ഫോർ ഫാം മെയിൻ്റനൻസ്. അദ്ദേഹത്തിന്റെ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, ഒരു വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ തോട്ടം കൃത്യമായിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട്, ഓരോ വിളകളും പരിപാലിക്കുന്നത് കൂടാതെ മൊത്തത്തിൽ ആ ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മോട്ടർ ഉണ്ടെങ്കിൽ ആ മോട്ടർ ചിലപ്പോൾ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പൈസ വേണ്ടി വന്നിരിക്കാം. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഓൾറെഡി ഒരു തൊഴുത്ത് അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ആ തൊഴുത്തിനകത്ത് ചെറിയ ഭാഗങ്ങളൊക്കെ ചിലപ്പം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് മെയിൻ്റെനൻസ് വർക്ക് ചെറുതായിട്ടൊന്ന് ചെയ്യണമെന്ന് വിചാരിക്കുക. അതൊക്കെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ 20% ഫാം മെയിൻ്റെനൻസിന് വേണ്ടി എടുക്കുന്നത്. അങ്ങനെ കിട്ടുന്ന തുകയാണ്, നോക്കൂ, സ്കെയിൽ ഓഫ് ഫിനാൻസിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഏരിയ. ആ കിട്ടുന്ന തുകയുടെ കൂടെ 10% ലിമിറ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് പർപ്പസിനും അദ്ദേഹത്തിന്റെ കൺസംഷൻ പർപ്പസിനും വേണ്ടി കൊടുക്കുന്ന തുകയായിട്ട് എടുത്തു, പ്ലസ് 20% ഓഫ് ഫാം മെയിൻ്റെനൻസിന് വേണ്ടി എടുക്കുന്നു. ആ തുകയാണ് ഒരു വർഷത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത്. ഇത് കൂടാതെ, ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം വിളകൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എങ്കിൽ ആ വിളകളുടെ ഇൻഷുറൻസിന്റെ പ്രീമിയം തുക ഇതിന്റെ കൂടെ കൂട്ടാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഷുറൻസ് പ്രീമിയം ഇതിന്റെ കൂടെ കൂട്ടാം. അതൊക്കെയും തന്നെ അദ്ദേഹത്തിന് വായ്പയാൻ നൽകാം. ഇത്രയൊക്കെ കൂട്ടി കിട്ടുന്ന തുകകൾ ഞാൻ പറഞ്ഞു. ഇവിടെ സ്കെയിൽ ഓഫ് ഫിനാൻസ് വിളകളുടെ മാത്രം ഞാൻ പറഞ്ഞു. അത് കൂടാതെ അദ്ദേഹത്തിന് പശുക്കളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ, മൃഗപരിപാലനം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ തുക കൂടി നമ്മൾക്ക് ഇതോടൊപ്പം ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന തുകയാണ്, ഈ തുകയാണ് ഇദ്ദേഹത്തിന്റെ മൊത്തത്തിൽ വരുന്ന തുക കൂട്ടിയിട്ടുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയറിന്റെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുക. അത് ഫസ്റ്റ് ഇയർ ലിമിറ്റ് ആണ്. ആ ലിമിറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീടുള്ള 2, 3, 4, 5 വർഷത്തേക്കുള്ള ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നോക്കൂ, ലിമിറ്റ് ഫോർ ദ സെക്കൻഡ് ആൻഡ് സബ്സിക്വന്റ് ഇയേഴ്സ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് ഇയർ ലിമിറ്റിന്റെ കൂടെ 10% കൂട്ടുക. എന്തിനാണ് ഈ 10% കൂട്ടാൻ വേണ്ടി പറയുന്നത്? 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി അതിന്റെ കോസ്റ്റ് ഹൈക്കിന്റെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഇൻപുട്സിനകത്ത് വരുന്ന നമ്മൾ പിന്നെ എന്തൊക്കെയാണോ വളങ്ങളോ മറ്റോ കീടനാശിനികളൊക്കെ വരുന്ന പ്രൈസിന്റെ ഹൈക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പിന്നെ കുഷനാണ് ഇവിടെ 10% എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ലിമിറ്റിലൂടെ 10% കൂട്ടുകയാണെങ്കിൽ സെക്കൻഡ് ഇയർ ലിമിറ്റ് കിട്ടി. സെക്കൻഡ് ഇയർ ലിമിറ്റിന്റെ കൂടെ 10% വീണ്ടും കൂട്ടുകയാണെങ്കിൽ തേർഡ് ഇയർ ലിമിറ്റ് കിട്ടും. തേർഡ് ഇയറിന്റെ കൂടെ 10% കൂട്ടുകയാണെങ്കിൽ ഫോർത്ത് ഇയർ ലിമിറ്റ് കിട്ടും. അതിന്റെ കൂടെ 10% കൂട്ടുകയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള ലിമിറ്റ് നമ്മൾക്ക് അതിനകത്ത് കിട്ടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കിട്ടുന്ന തുക നമ്മൾ അവിടെ മാറ്റിവെക്കുകയാണ്. ഞാൻ പറഞ്ഞു, KCCക്ക് ഷോർട്ട് ടേം ക്രോപ്സിന്റെ കമ്പോണന്റ് മാത്രമല്ല ടേം ലോണിലും നമ്മൾ കൊടുക്കാം. ടേം ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി ഓർ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് ദ 5-year പീരീഡ് ആൻഡ് ദ റീപേയിങ് കപ്പാസിറ്റി ഓഫ് ദ ഫാമർ. ടേം ലോണിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ലിമിറ്റ്
5 വർഷത്തേക്കാണ് സ്വാഭാവികമായിട്ട് കൊടുക്കുക. കർഷകന്റെ റീപേയ്മെന്റ് കപ്പാസിറ്റി നമ്മൾ നോക്കിക്കൊണ്ട് പ്രപ്പോസ്ഡ് ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള EMI ഫിക്സ് ചെയ്തുകൊണ്ട് 5 വർഷത്തേക്കുള്ള ടേം ലോൺ കമ്പോണന്റിന് വേണ്ടിയിട്ടുള്ള വായ്പയും കൂടി നമ്മൾ കമ്പോണന്റ് അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നീടാണ് മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ MPL എന്ന് വിളിക്കും. മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതുപോലുള്ള തുക കൂട്ടിയിട്ട് അവസാന 5ാമത്തെ വർഷം കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അതാണ് അദ്ദേഹത്തിന്റെ നിലവിലുള്ള ക്രോപ്പിംഗ് പാറ്റേൺ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നുള്ള 5 വർഷങ്ങളിലും അതേ ക്രോപ്പിംഗ് പാറ്റേൺ തുടർന്ന് കൊണ്ടുപോകും എന്നുള്ള അസംഷനകത്തും അദ്ദേഹത്തിന് പരമാവധി പിൻവലിക്കാൻ പറ്റുന്ന തുക ഈ പറയുന്ന മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കും. കാരണം കോസ്റ്റ് ഹൈക്ക് ഉൾപ്പെടെയുള്ള 10% എന്ന് പറയുന്ന കോസ്റ്റ് ഹൈക്ക് ഉൾപ്പെടെയുള്ള കാര്യം നമ്മൾ സെക്കൻഡ് ഇയർ മുതൽ നമ്മൾ ആഡ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് കണക്കാക്കുന്നത്. ദ ഷോർട്ട് ടേം ലിമിറ്റ് ഫോർ 5 years എത്രയാണെന്നുള്ള നമ്മൾ കണക്കൂട്ടി, പ്ലസ് ടേം ലോണിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എസ്റ്റിമേറ്റഡ് ലോങ് ടേം റിക്വയർമെന്റ് എത്രയാണ് എന്നുള്ള എമൗണ്ടും കൂടി കൂട്ടി കിട്ടുന്ന തുകയാണ് മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളത് ഈ രീതിയിലാണ് അതിന്റെ കാൽക്കുലേഷൻ മുന്നോട്ട് പോകുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? KCC പോയിന്റ്സ് ടു പോണ്ടർ. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ഹാവ് സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അതൊരിക്കലും മറക്കരുത്. ഷോർട്ട് ടേം കമ്പോണന്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 7% ആണ്. അതിന്റെ മുകളിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷനും പ്രോംപ്റ്റ് റീപേയ്മെന്റ് ഇൻസെന്റീവും ലഭിക്കുക. അത് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽക്കകത്ത് വ്യക്തമായിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം. ലോങ് ടേം ലോൺസിന് 5 വർഷത്തേക്ക് കൊടുക്കുന്ന വായ്പയ്ക്ക് തീർച്ചയായിട്ടും വേറൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കാം. അത് ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും MCLR ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ബാങ്കിന് തീരുമാനിക്കാവുന്നതാണ്. ലോങ് ടേം ലോൺസിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. Short term loans up to rupees 3 lakhs are governed under ISPRI scheme of the Government of India. IS എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, PRI എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് റീപേയ്മെന്റ് ഇൻസെന്റീവ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ ISPRI സ്കീം എന്ന് പറയുന്ന IS എന്ന് പറയുന്ന ബാങ്കിനെ സബ്വെന്റ് ചെയ്യുന്നതാണ്. PRI എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് റീപേയ്മെന്റ് ഇൻസെന്റീവ് ആണ്. വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൃത്യമായിട്ട് വായ്പ തിരിച്ചടക്കുന്ന കർഷകർക്കുള്ള ഇൻസെന്റീവ് ആണ്. കൃത്യമായിട്ട് തിരിച്ചടക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തിനകം എടുത്ത വായ്പ ഒരു വർഷത്തിനകം കൃത്യമായിട്ട് തിരിച്ചടക്കുന്നു എന്നുള്ളതാണ്. 365 ദിവസം കൺസിഡർ ചെയ്യും. ഒരു ദിവസം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആനുകൂല്യം അവർക്ക് ലഭിക്കില്ല. ഷോർട്ട് ടേം ലോൺസ് അപ് ടു 3 lakhs വരെ 3 ലക്ഷം രൂപ വരെയാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് സ്പീച്ചിനകത്ത് ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ പ്രഖ്യാപിച്ചതനുസരിച്ചുകൊണ്ട് ഈ 3 ലക്ഷം രൂപ എന്ന് പറയുന്ന പദ്ധതി ISPRI പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തുന്നതിന് അത് 5 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ സർക്കുലർ എത്രയും പെട്ടെന്ന് നമുക്ക് വരുന്നതായിരിക്കാം. RBI അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 ലക്ഷം വരെയുള്ളതല്ല 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന വായ്പകൾക്ക് KCC വായ്പകൾക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷനും PRIയും അർഹതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്ക് ISPRI വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അത് കൂടുതലായിട്ട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. റീപേയ്മെന്റ് ഷെഡ്യൂൾ and norms also vary for short term and LT loans. LT loans എന്ന് പറയുന്നത് ലോങ് ടേം ലോൺസ്. ഷോർട്ട് ടേം ലോൺസിന്റെയും ലോങ് ടേം ലോൺസിന്റെയും റീപേയ്മെന്റ് ഷെഡ്യൂൾ ഉൾപ്പെടെ വ്യത്യാസമാണ്. നമുക്കറിയാം ഷോർട്ട് ടേം ലോൺ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ടതാണ്. ലോങ് ടേം ലോൺ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ 5 വർഷം 3 മുതൽ 5 വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട വായ്പകളായിട്ടാണ് വരിക. അതൊക്കെയാണ് അതിന്റെ പോയിന്റ്സ് നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. തുടർന്ന് വരുന്ന കാര്യങ്ങൾ എന്താണ്? വീണ്ടും പോയിന്റ്സ് ടു പോണ്ടർ കൺസിഡർ ചെയ്യാണ്. Drawing limit for short term is fixed based on the cropping pattern. ഞാൻ ഇത് മുമ്പ് സൂചിപ്പിച്ചതുപോലെയാണ്. ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു കർഷകന്റെ കൃഷി രീതികൾ, കൃഷി ചെയ്യുന്ന വിളകളും അത് ചെയ്തിരിക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് ക്രോപ്പിംഗ് പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രോയിങ് ലിമിറ്റ്, തീർച്ചയായിട്ടും ഡ്രോയിങ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ 5 വർഷത്തേക്കുള്ള മാക്സിമം പെർമിസിബിൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൃഷി രീതി അനുസരിച്ചുകൊണ്ട് ഓരോ വർഷത്തേക്കുമുള്ള സബ് ലിമിറ്റ് അല്ലെങ്കിൽ ഡ്രോയിങ് ലിമിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ദാറ്റ് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ഡ്രോയിങ് ലിമിറ്റിനെ അധികരിച്ചുകൊണ്ട് ഒരു വർഷം അതിന് ഡ്രോവൽ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹം വേറെ പർപ്പസിന് ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതേണ്ടി വരും. കാരണം അദ്ദേഹം ഡിക്ലെയർ ചെയ്തനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത്ര മാത്രമേ ആവശ്യം വരുന്നുള്ളൂ.
Second point, for long-term loans, installments are fixed based on nature of the investment. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് അസറ്റ് ക്രിയേഷൻ എന്നറിഞ്ഞതിന് ശേഷമാണ് ലോങ് ടേം ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ഫിക്സ് ചെയ്യുന്നത്. നോക്കൂ, അടുത്ത പറഞ്ഞിരിക്കുന്ന പോയിന്റ്, എനി പോയിന്റ് ഓഫ് ടൈം ടോട്ടൽ ലയബിലിറ്റി ഷുഡ് ബി വിത്തിൻ ദ ഡ്രോയിങ് ലിമിറ്റ് ഫോർ ദ ഇയർ കൺസേൺഡ്. വളരെ വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഏത് സമയത്തായി കഴിഞ്ഞാലും ടോട്ടൽ ലയബിലിറ്റി എത്ര എന്തായിരിക്കണം? വിത്തിൻ ദ ഡ്രോയിങ് ലിമിറ്റ്. ഓരോ വർഷത്തേക്കും ഫിക്സ് ചെയ്തിരിക്കുന്ന ഡ്രോയിങ് ലിമിറ്റിനകത്ത് നിന്നുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ലിമിറ്റ് ഡ്രോ ചെയ്തിട്ടുണ്ടാവുക. നേരത്തെ പറഞ്ഞിരിക്കുന്നത് മാർജിനൽ ഫാമേഴ്സ് അല്ലാത്തവർക്ക് എങ്ങനെയാണ് പിന്നെ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതിന്റെ രീതിയാണ് പറഞ്ഞത്. ഇനി മാർജിനൽ കർഷകർക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് കാണാം. RBIയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാർജിനൽ കർഷകർക്ക് ഒരു ഫ്ലെക്സിബിൾ ക്രെഡിറ്റ് ലിമിറ്റ് ആണ് നമ്മൾ കൊടുക്കുക. ഫ്ലെക്സിബിൾ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ആ ലിമിറ്റ് ഒരു 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ഫ്ലെക്സി KCC എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കും. അത് കുറേയൊക്കെ വേരിയബിൾ ആണ്, കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ലിമിറ്റ് ആയിട്ട് അതിനകത്ത് നമ്മളത് മാർജിനൽ കർഷകരുടെ കേസിൽ നമ്മൾ കൊടുക്കുക. പ്ലസ് സ്മോൾ ടേം ലോൺ ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെ കൂട്ടത്തിൽ ഷോർട്ട് ടേം ലോണുകൾ കൂടാതെ 10,000 മുതൽ 50,000 രൂപ വരെ കൊടുക്കുന്ന കൂടാതെ അദ്ദേഹം എന്തെങ്കിലും ചെറിയ ടേം ലോൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു പശുവിനെയോ 1-2 ആടിനെയോ ഒക്കെ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പൈസ കൂടെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ടേം ലോൺ കമ്പോണന്റ് നമുക്ക് കാണാം. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വലിയ ടേം ലോൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് ടേം ലോൺ സ്കീമിനകത്തോട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചെറിയ സ്മോൾ ടേം ലോൺ ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടെ നമുക്ക് KCCക്കകത്ത് കൺസിഡർ ചെയ്യാം. അങ്ങനെ രണ്ടും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള KCC, അതാണ് പറഞ്ഞത്, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു KCC, എല്ലാം രണ്ടും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടേം ലോൺ കമ്പോണന്റും ക്യാഷ് ക്രെഡിറ്റ് കമ്പോണന്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോമ്പോസിറ്റ് ലിമിറ്റ് ആയിട്ട് 5 വർഷത്തേക്ക് മാർജിനൽ കർഷകർക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം മറ്റ് കർഷകർക്കും മാർജിനൽ കർഷകർക്കും ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നതിനകത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മാർജിനൽ കർഷകർക്ക് 10,000 മുതൽ 50,000 രൂപ വരെ ഒരു ഫ്ലെക്സിബിൾ ക്രെഡിറ്റ് ആണ്. സ്മോൾ ടേം ലോൺ ഇൻവെസ്റ്റ്മെന്റ് കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. എല്ലാ വർഷവും ആഡ് ചെയ്തതിനു ശേഷം അത് 5 വർഷത്തേക്കുള്ള ലിമിറ്റ് ആയിട്ട് അത് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് മാർജിനൽ കർഷകർക്ക്. ഈ മാർജിനൽ കർഷകർ എന്ന് പറഞ്ഞു, മറ്റ് കർഷകരെന്ന് പറഞ്ഞു. നോക്കൂ, 3 തരത്തിലാണ് പ്രധാനമായിട്ടും ലാൻഡ് ഹോൾഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കർഷകരെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, മാർജിനൽ കർഷകർ. മാർജിനൽ കർഷകർ എന്ന് പറഞ്ഞാൽ അവർക്ക് 1 ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകരെയാണ് മാർജിനൽ കർഷകർ എന്ന് പറയാം. 1 ഹെക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2.5 ഏക്കേഴ്സ് ആണ് 1 ഹെക്ടർ എന്ന് പറയുന്നത്. 1 ഹെക്ടറിൽ താഴെ ലാൻഡ് ഹോൾഡിംഗ് ഉള്ള എല്ലാ കർഷകരെയും മാർജിനൽ കർഷകർ എന്ന് പറയും. 1 മുതൽ 2 ഹെക്ടർ വരെ ലാൻഡ് ഹോൾഡിംഗ് ഉള്ള കർഷകരെ സ്മോൾ ഫാർമർ എന്നുള്ള രീതിയിൽ പറയും. 2 ഹെക്ടറിന് മുകളിൽ പിന്നെ കൃഷി ചെയ്യുന്നവരെ അതർ ഫാമേഴ്സ്, മറ്റ് കർഷകർ എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ 2 തരത്തിലുള്ള സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഒന്ന് സ്മോൾ ഫാമേഴ്സിനും അതർ ഫാമേഴ്സിനും ഉള്ളതാണ് നമ്മൾ ആദ്യം സംസാരിച്ചത്. ഓൾ ഫാമേഴ്സ് എക്സെപ്റ്റ് മാർജിനൽ ഫാമേഴ്സ് എന്ന് പറയുന്നത് ഇവർ രണ്ടുമാണ്. അതിനുശേഷം മാർജിനൽ ഫാമേഴ്സിന് സംസാരിച്ചു. കാരണം RBI കൺസെപ്റ്റിനകത്ത് മാർജിനൽ ഫാമർ എന്ന് പറയുന്നത് അവർക്ക് വളരെ ചെറിയ കാർഷിക ആവശ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 10,000 to 50,000 വരെയുള്ള ഒരു ഫ്ലെക്സിബിൾ ക്രെഡിറ്റ് ആയിട്ട് KCC ആയിട്ട് അവർക്ക് കൊടുക്കാം. പാക്സ് ഒക്കെ നോർമലി കൊടുക്കാറുണ്ടായിരുന്നു മുമ്പ്, ആൾ ജാമ്യത്തിന്റെ മുകളിലൊക്കെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനെ മാർജിനൽ കർഷകർ എന്നുള്ള കൺസെപ്റ്റിനകത്താണ് നമ്മൾ നോർമലി അങ്ങനെ കൊടുക്കുന്നത്. ഈ രീതിയിലാണ് KCCയുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. KCCയുടെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ തന്നെ മുമ്പത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോയും കൂടി നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ട് ഈ വീഡിയോയും കൂടി കാണുമ്പോഴാണ് പൂർണ്ണമായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുക. ഇൻട്രസ്റ്റ് സബ്മെൻഷനും പ്രോംപ്റ്റ് റീപേയ്മെന്റ് ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.